ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മോക്കുതല. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചനാ മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. ചനാ മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കടലക്കറിയാണ്, വെള്ള കടലക്കറിയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. അപ്പൊ ഏകദേശം അവരുടെ സ്റ്റൈലിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ്, ഷെയർ ഒന്നും ചെയ്യാൻ മറക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് രുചികരമായിട്ടുള്ള ഈ ചന മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നറിയാൻ ഇതിന്റെ വീഡിയോ കണ്ടിട്ട് മടങ്ങി വന്നാലോ. ഇവിടെ വെള്ളക്കടല തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചത്, ഏകദേശം ഒരു 8 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാട്ടോ. കടല എത്രയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഏകദേശം ഒരു വലിയ കപ്പ് എടുത്തിട്ടുണ്ട്. അത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. സ്വല്പം ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തതിന് ശേഷം കുക്കർ അടച്ചൊരു 4 or 5 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊരു 5 വിസിൽ വേവിച്ചതിന് ശേഷം ഞാൻ തുറന്നു നോക്കി. അതിൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷമാണ് തുറന്നത് കേട്ടോ. തുറന്നു നോക്കുമ്പോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഈ കടല നല്ല രീതിയിൽ വെന്താലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അത് ഞാൻ ആദ്യമേ പറയട്ടെ. ഇതുപോലെ നെക്കി നോക്കിയാൽ നല്ല രീതിയിൽ അലിഞ്ഞു ചേരണം. അത്തരത്തിൽ വെന്താലാണ് ഈ കടലക്കറിയുടെ മസാല ശരിക്കും ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യാനുസരണമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് ഇട്ടത് ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ് കേട്ടോ, ചെറിയ ജീരകം. അതൊന്ന് പൊട്ടി വരുന്നതോടുകൂടി കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇടുന്നു. നമുക്കത് ഒരു 20 സെക്കൻഡ് നേരം ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ 2 ചെറിയ സവോളയാണ്, അത് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ അതിവിടെ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ചെറിയ തക്കാളി പേസ്റ്റ് രൂപത്തിൽ മിക്സിയുടെ ജാറിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതോടുകൂടി തന്നെ ഇതിൻ്റെ ആവശ്യമുള്ള മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ചെറിയ രീതിയിലിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നിയാൽ സ്വല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എണ്ണയെല്ലാം തെളിയുന്നത് വരെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം. എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതവിടെ നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങളിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ കടല വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൊടുത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ചാണ് ഇട്ട് കൊടുത്തുള്ളത്. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ്. കറിവേപ്പില നിങ്ങൾക്ക് ഈ സമയത്ത് ഇടണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഏത് സമയത്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ വീണ്ടും ഇളക്കി യോജിപ്പിച്ചതിൻ്റെ മസാലയുടെ പച്ചമണം പോകുന്നത് വരെ, നല്ല എണ്ണ തെളിയുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ. ഇതിൽ ഉപ്പ് പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം വേവിക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തുള്ളത്. നിങ്ങൾക്ക് ചന മസാല കിട്ടുകയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് അതാണ്. അത് എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തുള്ളത്. 1 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. നല്ല രീതിയിൽ ഇളക്കി യോജിച്ചിട്ട് ഞാനിത് അടച്ചു വെക്കുകയാണ്. ഉപ്പെല്ലാം നോക്കിയപ്പോൾ നല്ല കറക്റ്റാണ്. അപ്പോൾ അത് വെന്ത് വരട്ടെ. നമുക്ക് പാടത്തൊന്ന് പോയിട്ട് വരാം. മനോഹരമായിട്ടൊരു പാടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ പിന്നിൽ. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ഇപ്പം തന്നെ തിരിച്ചു വരാം. നമുക്ക് കൂട്ടിന് ഞാൻ എൻ്റെ സ്കൂബിയെയും കൂട്ടിയിട്ട് കേട്ടോ. നമ്മൾ തിരിച്ചു വന്നു. ഇപ്പം ഏകദേശം നമ്മുടെ ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കത് വിവിധ ഘട്ടങ്ങളിലൂടെ ഈ കറിയുടെ കളർ എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കിയിരിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില വേണമെങ്കിൽ നിങ്ങൾക്ക് തൂവി കൊടുക്കാം, കറിവേപ്പില വേണമെങ്കിൽ തൂവി കൊടുക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം കറിവേപ്പിലയോ മല്ലിയിലയോ ഏതാണ് ഇഷ്ടമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞങ്ങൾ വിളമ്പുന്ന സമയത്ത് കുറച്ച് മല്ലിയില തൂവി കൊടുത്തിട്ടാണ് ഭക്ഷണത്തിലേക്ക് വിളമ്പുക. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് വിവിധ ഘട്ടങ്ങളിലൂടെ അതിൻ്റെ കളറെല്ലാം മാറി നല്ല അടിപൊളിയായിട്ടൊരു കളറായിട്ട് വരും.
ഇപ്പൊ നമ്മുടെ മസാല കറി പൂർണ്ണമായും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തൽക്കാലം ഇവിടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു, ഇളക്കി യോജിപ്പിക്കുന്നു. അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, ഷെയർ ഒന്നും മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി നമുക്ക് പോകാൻ ഒട്ടും മടിക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള മനോഹരമായ വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചു വരും. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല. ബായ്.